Hey friends, എൻ്റെ പേര് ഗണേഷ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാഡ്ജറ്റ് കട. സോ അല്ല, വടക്കൻ ടെക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇതൊരു കൊളാബറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് എങ്ങനെയാണ് അവരുടെ വീഡിയോസ് നിർമ്മിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിലെ കുറച്ച് യൂട്യൂബേഴ്സിനടുത്ത് ഞാൻ ചോദിച്ചു അവരെങ്ങനെയാണ് അവരുടെ വീഡിയോസ് നിർമ്മിക്കുന്നത് എന്ന്. അപ്പം അവരെങ്ങനെയാണ് വീഡിയോസ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും അങ്ങനെ പല കാര്യങ്ങളും കുറിച്ചാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക. ഗാഡ്ജറ്റ് കട അല്ലെങ്കിൽ ഗാഡ്ജറ്റ് കട മലയാളം 2 ചാനലുണ്ട്. രണ്ടിലും നമ്മൾ ഹൈ ക്വാളിറ്റി വീഡിയോസാണ് ഇടാറുള്ളത്. അതുമാത്രമല്ല നമ്മുടെ എഡിറ്റിംഗ് സ്റ്റൈൽ ഒരു പ്രത്യേകതര സ്റ്റൈലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പം എന്തൊക്കെ ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എഡിറ്റ് ചെയ്യാനുള്ളത് കുറിച്ചുള്ള ഈ വീഡിയോ. സോ ആദ്യമേ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഏറ്റവും മെയിനായിട്ട് പ്രീമിയർ പ്രോ. അപ്പോൾ അഡോബ് പ്രീമിയർ പ്രോ എന്നതിൻ്റെ ലൈസൻസ് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ട്രയൽ വേർഷൻ എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അത് കുറച്ച് പാടാണ്, കുറേ പഠിക്കാനുണ്ട്. സോ അത് കുറച്ച് പാടാണ് പഠിക്കാൻ, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് അതിലുണ്ട്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അഡോബിൻ്റെ തന്നെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. അതിൽ പക്ഷേ വീഡിയോ എഡിറ്റിംഗ് അല്ല, അതിൽ കൂടുതൽ അനിമേഷനും ഇൻട്രോ വീഡിയോസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അഡോബിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വെച്ചിട്ടാണ്. അതല്ല കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ ഫിൽമോറ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, വണ്ടർഷെയറിൻ്റെയാണ്. അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു അതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷൻ. അത് കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇത്രയും അഡോബ് പ്രീമിയർ പോയിന്റ് അത്രയും നമുക്ക് ഇത് കിട്ടത്തില്ല, നമുക്ക് ചെയ്യാനുള്ളൊരു എളുപ്പം കിട്ടത്തില്ല. കുറേ വലിയ എളുപ്പമല്ല, പക്ഷേ കുറേ കൂടെ ഫീച്ചേഴ്സ് അഡോബ് പ്രീമിയർ പോയിന്റുണ്ട്. പിന്നെ അതിനു മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മൂവി മേക്കർ ആയിരുന്നു. വിൻഡോസിലെ ഡീഫോൾട്ടായിട്ട് വരുന്ന മൂവി മേക്കർ, ചുമ്മാ കുറേ ക്ലിപ്സ് ഇട്ട് ലിങ്ക് ചെയ്യാനും കുറേ ട്രാൻസാക്ഷൻ ഇടയ്ക്ക് വരുത്താനും പറ്റുന്ന മൂവി മേക്കർ. അതിനു മുമ്പും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് PPT, വെറും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി അതിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ നിങ്ങളിൽ ഒന്നുമില്ല എന്നുള്ള കേസാണെങ്കിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക, വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഫോണിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് തുടങ്ങി നോക്കുക. പിന്നെ മൂവി മേക്കർ ചെയ്യുക, പിന്നെ ഫിൽമോറ ചെയ്യുക. ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നോക്കരുത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൂൾസ്. ഇതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ടൂൾസ്. ഹായ്, മൈ നെയിം ഈസ് നിസാം. ഞാൻ വരുന്നത് ഫുൾ സ്റ്റാർ യൂട്യൂബ് ചാനൽ നിന്നുമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വടക്കൻ ടെക്കി ഈ ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എൻ്റെ യൂട്യൂബ് ചാനലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്, ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പങ്കുവെക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് MI A1 എന്ന് പറയുന്ന മൊബൈലാണ്. അത് ഏകദേശം ഞാൻ വാങ്ങിച്ചിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 6-7 മാസം ആയിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിട്ട്. അതിനെ പറ്റി പറയാം, മൊബൈലിനെ ഈ MI A1നെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പക്കയാണെന്ന് പറയാം. അതിന്റെ ഫ്രണ്ട് ക്യാമിനെ കുറിച്ച് മാത്രമായിട്ടാണ് ഒന്ന് നെഗറ്റീവ് പറയാനുള്ളത്. അത്ര പോരാ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിന്റെ ആവശ്യത്തിനായിട്ട് ഞാനൊരു ക്യാമറ വാങ്ങിച്ചിരുന്നു. 1300D എന്ന് പറഞ്ഞ Canon 1300D എന്ന് പറയുന്ന ഒരു ക്യാമറ. ആ ക്യാമറ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു DSLR ഉപയോഗിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞ് അത് യൂസ് ചെയ്ത് ഏകദേശം 2-3 മാസം യൂസ് ചെയ്തപ്പോഴാണ് അതിന്റെ പോരായ്മകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ക്യാമറാസ് ഉപയോഗിക്കാൻ. ഒന്നാമത് അതിന്റെ ഫ്ലിപ്പായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളല്ല, പിന്നെ അതിൽ എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂട്യൂബിന്റെ ആവശ്യങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ക്യാമറ ഇനി ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതും Canon 200D എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ, ഫ്ലിപ്പ് ഡിസ്പ്ലേ, അങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് അതിലുണ്ട്. അപ്പോൾ ഇനി എന്തായാലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ യൂട്യൂബിന്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നത് PC ലാപ്ടോപ്പിലൊന്നുമല്ല, ഞാൻ മൊബൈൽ കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെയുള്ള എൻ്റെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം വടക്കൻ ടെക്കി എന്നുള്ള ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പങ്കുവെക്കുന്നു. അതോടൊപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും വടക്കൻ ടെക്കിക്ക് വേണ്ടിയിട്ട് ഞാൻ Tubia Talks. സോ മച്ചാൻ എന്നോട് ചോദിച്ചു ഏതാണ് ഞാൻ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഞാൻ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പാവപ്പെട്ട യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ കൈൻമാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. മൊബൈലാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ. സോ അതിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പവർ ഡയറക്ടർ യൂസ് ചെയ്തിരുന്നു, പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമുക്ക് കൈൻമാസ്റ്റർ എന്ന് പറയുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റും. മൊബൈലിൽ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ.
സോ എന്നെ ഈ കൊളാബിൽ ഇൻക്ലൂഡ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മച്ചാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. സോ ഞാൻ ട്യൂബിയ ടോക്സിൽ നിന്ന് ഷിബിൽ. ഓരോ യൂട്യൂബേഴ്സും എങ്ങനെയാണ് അവരുടെ വീഡിയോസ് നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ നിർമ്മിക്കുന്നത് എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് കൈൻ മാസ്റ്റർ എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. കൈൻ മാസ്റ്ററിൻ്റെ ഒരു മോഡ് വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കൊളാബറേഷന് പങ്കെടുത്തിട്ടുള്ള യൂട്യൂബ് ചാനലുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ എല്ലാം തന്നെ ചാനൽ സന്ദർശിക്കുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള പുത്തൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. സോ ഗാജറ്റ് കട കണ്ടിട്ടില്ല, ഗാജറ്റ് കട പോവുക. ഗാജറ്റ് കട മലയാളം, ഗാജറ്റ് കട ഇംഗ്ലീഷ് രണ്ടും ഉണ്ട്. രണ്ടിലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വടക്കൻ ടെക്കിയെ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിന് അമർത്താൻ മറക്കരുത്.